ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. എന്നാലേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പൊട്ടാറ്റോ റൈസ് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പം ഞാൻ എന്താ പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് അരി ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. 250 ml കപ്പിൽ 2 കപ്പ് അരി ബസുമതി അരി എടുത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മള് മന്തിക്കൊക്കെ വേവിക്കണ പോലെ തന്നെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു 90% വരെ വേവിച്ചിട്ടുള്ളതാണ് കേട്ടോ. കൂടുതൽ വെന്ത് പോരുത്. കൂടുതൽ വെന്ത് പോയാൽ നമ്മൾ പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒന്നായിട്ട് പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഒരു 90% വരെയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയെ. നമുക്കിതിലേക്ക് വേണ്ടത് പൊട്ടാറ്റോ ആണ്. അപ്പം ഞാൻ എന്തായാലും 4 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ 2 കപ്പ് അരിയാണല്ലോ എടുക്കണം. അപ്പം 2 കപ്പ് അരി 4 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള പൊട്ടാറ്റോ ആണ് വേണ്ടത്. നമുക്കിതിലേക്ക് വേണ്ടത് സവാള ആണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള നന്നായിട്ട് കനം കുറച്ചിട്ടൊന്ന് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ആദ്യം പൊട്ടാറ്റോ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണ്ടേ. ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടോ. കുറേയാണ് ഫ്രൈ ആയി കിട്ടുന്നു വേണ്ടേ. ചെറുതായിട്ട് ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി മാത്രം കിട്ടിയാൽ മതിട്ടോ. നമ്മൾ പൊട്ടാറ്റോ മസാല ഒന്നും ചേർക്കാതാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണത്. വെറുതെ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിട്ടോ. മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ. അപ്പൊ ഞാൻ എന്താ പൊട്ടാറ്റോ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ഞാൻ എന്താ ഇവിടെ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കണ്ടേ. നമ്മൾ നേരത്തെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലില്ലേ, അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെയാണ് നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇത് ആ ഓയിൽ മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകൊന്ന് ഇട്ട് പൊട്ടിച്ചെടുക്കണ്ടേ. അതുപോലെ തന്നെ 1 ടീസ്പൂണ് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ജീരകം പറഞ്ഞാല് ചെറിയ ജീരകമാണ്. കടുകും ജീരകം നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണ്ടേ. 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. വെളുത്തുള്ളിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പൊ ഇത് നമ്മളെ വെളുത്തുള്ളിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആയി കിട്ടിയാൽ മതിട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള കനം കുറച്ചിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പൊ ഞാനിതാ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. ഈ പച്ചമുളകൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ നല്ല എരിവുള്ള മുളകായത് കൊണ്ടാണ് ഒന്നെടുത്തത്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് എണ്ണ കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നമ്മളെ സവാളന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം കേട്ടോ. അപ്പോഴേ റൈസിന്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ ഇത് നമ്മള് സവാള കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും ആയി കിട്ടിയാൽ മതിയെ. നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ ആദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണ്ടേ. മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, എരിവിനനുസരിച്ചിട്ട്. ഞാനിപ്പം ഇവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ റൈസിലൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണേ. നമ്മൾ നേരത്തെ റൈസ് വേവിച്ചപ്പോൾ അതിലും കുറച്ച് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഉപ്പ് കൂടി പോകാത്ത രീതിയിൽ വേണേ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ടേ. നമ്മളെ ആ പൊടികളെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ പൊടികളെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളി ഉടഞ്ഞു പോണ വരെ വഴറ്റിയെടുക്കൊന്നും വേണ്ടേ. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയെ. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആയി കിട്ടിയാൽ മതിട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മളെ കിഴങ്ങിന്റെ എല്ലാ ഭാഗത്തും മസാല ആണ രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണ്ടേ.
അപ്പൊ ഞാൻ എന്താ കിഴങ്ങ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബസുമതി റൈസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബസുമതി റൈസിന് പകരം നമ്മൾ സാധാരണ ചോറുണ്ടാക്കണ പൊന്നി അരിയൊക്കെ ഇല്ല, അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഏത് അരി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാനിതാ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് സമയം തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനിതാ ഇപ്പൊ ഒരു 3 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമ്മളെ റൈസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടിന്റെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും ആയി കിട്ടിയാൽ മതിയേ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. ഈ മല്ലിയിലിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ. മിക്സ് ആക്കിയതിന് ശേഷം ഒരു 1-2 മിനിറ്റ് സമയം അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മല്ലിയിലിന്റെ ഫ്ലേവർ റൈസിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതപ്പൊ 2 മിനിറ്റ് സമയമായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ റൈസൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ റൈസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, പൊടിഞ്ഞു പോകുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒക്കെ വേറിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ. നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൈസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള റൈസും കൂടിയാണ്. അതുപോലെ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിനെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള ഒരു റൈസും കൂടിയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കഴിക്കൂട്ടോ. അത്രക്കും ടേസ്റ്റാണ് ഇതിന്. അപ്പൊ ഞാൻ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. പൊട്ടാറ്റോ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് റൈസ് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. ഇതിന് സൈഡായിട്ട് കുറച്ച് സാലഡും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ പൊട്ടാറ്റോ റൈസിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളെ ഇമിറ്റേഷൻ ജ്വല്ലറി ആഭരണങ്ങൾ വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഷോർട്സിൽ ഞാൻ കുറെ ഇമിറ്റേഷൻ ആഭരണങ്ങളെ ഫോട്ടോസും വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.